ഹലോ. ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. വൈകുന്നേരം ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് 2 അതിഥികൾ കടന്നു വരുന്നത് കണ്ടത്. നമ്മുടെ വീടിന് മുന്നിൽ ചെറിയൊരു റബ്ബർ തോട്ടമുണ്ട്. അതിനുശേഷം കാടാണ്. അപ്പോൾ വനാതിർത്തിയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഈ വനാതിർത്തിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന സന്തോഷങ്ങളാണ് ഇങ്ങനെ വീട്ടിലേക്ക് അതിഥികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരിക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥികളായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ ദേശീയ പക്ഷിയായ പീക്കോക്കാണ്. പെൺമയിലുകളാണ്. അതുകൊണ്ട് പീലി വിടർത്തി കാണുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അവരിങ്ങനെ നടന്നു കയറുന്ന നമ്മുടെ വീടിനടുത്തേക്ക് തന്നെ കേട്ടോ. ഇങ്ങനെയുള്ള ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ ഭാഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ പറയണമല്ലോ. ഈ കൂട്ടർ വരുമ്പോൾ നമുക്ക് സന്തോഷം നൽകുമെങ്കിലും മറ്റു ചിലർ വരുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നിട്ടാണ് പോകാറുള്ളത്. അതായത് നമ്മുടെ കൃഷി നശിപ്പിക്കുന്ന പന്നിക്കൂട്ടങ്ങൾ മിക്കവാറും ഇങ്ങനെ ഇറങ്ങാറുള്ളതാണ്. ആയതിനാൽ നമ്മുടെ ഈ പ്രദേശത്ത് കൃഷി വളരെ കുറവാണ് കേട്ടോ. മണ്ണിലുള്ള കൃഷിയെ ഒറ്റയായും കൂട്ടത്തോടും വന്ന് ഇവർ നശിപ്പിക്കുമ്പോൾ മരത്തിന് മുകളിലൂടെ വാനരപ്പടകൾ വന്ന് അവരുടെ കാര്യം കൃത്യമായിട്ട് ചെയ്തിട്ട് പോകാറുമുണ്ട്. ഇതിനെല്ലാം പുറമെ നമ്മൾ നേരിട്ട് കണ്ടാൽ ഒരു നിമിഷം നോക്കി നിന്ന് പോകുന്ന മലയണ്ണാനാണ് കൂട്ടത്തിൽ ബിരുദന്മാർ. അങ്ങനെ ബുദ്ധിമുട്ടുകൾ തരുന്നവരുടെ ലിസ്റ്റ് ഇനിയും കൂടുമെങ്കിലും ഈ കാനന ഭംഗി ആസ്വദിച്ച് ഇങ്ങനെയുള്ള നാട്ടിൽപ്പുറങ്ങളിൽ താമസിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം, സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. മുഴുവൻ സമയവും കിളികളുടെയും ചീവീടുകളുടെയും ശബ്ദവും ആസ്വദിച്ച് ശുദ്ധമായ വായുവും ജലവും ലഭിച്ച് ഭൂമിയിലെ സ്വർഗമായ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരല്ലേ യഥാർത്ഥ ഭാഗ്യവാന്മാർ.